ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇന്നൊരു മസാല ഷവായി, അത് നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെ ഒരു മസാല ഷവായി ഉണ്ടാക്കാം അതിനെക്കുറിച്ചാണ് ഇന്നില്ല. അതിന് ഞാനിന്നൊരു ചിക്കനൊക്കെ മേടിച്ച് കൊടുക്കുന്നു. സ്കിന്നുള്ള ചിക്കനാണ്. ഒരു 1,200 ഉണ്ടാവും ചിക്കന്. ഫ്രോസൺ ആയിരുന്നു, ഐസൊന്നും ആയിരുന്നില്ല. വെള്ളത്തിലിടേണ്ട ആവശ്യമാണ്. അപ്പോൾ മസാല ഒക്കെ ഉണ്ടാക്കണ മുന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ, ഓൾറെഡി ക്ലീൻ ചെയ്ത് വന്ന ചിക്കനാണ്. അപ്പോൾ ഒന്നുകൂടി ക്ലീൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് ബൊട്ടക്കുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുത്തി കൊടുക്കാം. കാരണം നമ്മൾ ആദ്യം ഇത് വെള്ളത്തിലേക്കാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. അതിൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ ഉപ്പൊക്കെ കയറി ചിക്കൻ ഇച്ചിരി കൂടി ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ നല്ല ഫുള്ളായിട്ട് ഞാൻ വെപ്രക്കുള്ളിയായിട്ട് തന്നെ ഫസ്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ചെറിയ രീതിയിൽ കുത്തട്ടോ. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട്, ഉപ്പ് കുറച്ച് എടുത്തുകൊണ്ട് വെള്ളത്തിന് പാകത്തിന് ഉപ്പിട്ട്, പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആ ചിക്കന് നമുക്കൊരു 1 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഉപ്പൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വരും. അപ്പോൾ നമുക്ക് മസാലയിലേക്കും പോകാം. അപ്പോൾ ഒരു ജാർ എടുത്ത് അതിലേക്ക് ഒരു ഒറ്റ സവാള എടുത്ത് 4 പീസ് ചെയ്ത്, പിന്നെ 5 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കട്ടെ മസാല ഷവായിക്ക്. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് മല്ലിയിലാണ്, പുതിനയില്ല, മല്ലിയിലാണ് ചേർത്തിട്ട്. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ തൈര്, അതായത് പുളിപ്പുള്ള തൈരാണിത്. പുളിപ്പുള്ള തൈര് ഉപയോഗിക്കാൻ നല്ലത്. അപ്പം വിനാഗിരി നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ 4 ടീസ്പൂൺ തൈര് ഉപയോഗിച്ചു. ഞാൻ വെള്ളം ചേർത്തില്ല, അതിൽ തൈര് മാത്രം യൂസ് ചെയ്തത് മിക്സ് ചെയ്തിരുന്നു കേട്ടോ. അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ പൊടികൾ ഐറ്റംസ് ഒന്നും ഇട്ടില്ല. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ടു. അതിലേക്ക് ഒരു 3 ചെറുനാരങ്ങയുടെ നീരിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി മതി, കാരണം അല്ലെങ്കിൽ നല്ല രീതിയിൽ കറുത്ത് പോകും. പിന്നെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല, ഒരു ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ചധികം ഉപ്പിടുക. പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചത്, ഈസ്റ്റൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കളറും കിട്ടും നല്ല രീതിയിൽ. പിന്നെ ക്രഷ് ചില്ലി, കുറച്ച് ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ടാണ് ക്രഷ് ചില്ലി. അപ്പോൾ നല്ല രീതിയിൽ അടിപൊളിയായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മസാല കോട്ടയാണ്, ഉപ്പൊക്കെ കറക്റ്റായി. പിന്നെ അതിലേക്ക് മസാല ഒക്കെ സെറ്റ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല മിക്സ് ചെയ്ത്, പിന്നെ ചിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ ചെറിയൊരു കമ്പി ഉണ്ടല്ലോ കുത്തിയത്, പപ്പടപ്പുള്ളിയുണ്ട്. അപ്പോൾ അതിന് കുത്തിയത് വെച്ച് വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞാൻ ഈ മസാലയൊക്കെ ഇടുന്ന മുന്നായിട്ട് ഒരു കൂർപ്പുള്ള കത്തി കൊണ്ട് ഒന്ന് നല്ല രീതിയിൽ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ അതാകുമ്പോൾ മസാല എല്ലായിടത്തും നല്ല രീതിയിൽ പിടിക്കും. നേരത്തെ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇട്ടപ്പോൾ ചെറിയ രീതിയിലാണ് കുത്തിയത്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു കത്തിയെടുത്ത് കുത്തി, അപ്പം മസാല നല്ല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാല നല്ല രീതിയിൽ എല്ലാ സൈഡിനും അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു 3 മണിക്കൂർ വെച്ചിട്ടുള്ളൂ. 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് താഴത്തേൽ. എന്നിട്ട് പിന്നെ ഞാനൊരു വാഴയില പ്ലേറ്റിൽ ഇട്ടിട്ട് പ്ലേറ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് കുക്കറിൻ്റെ അടിഭാഗത്ത് ഒന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത മസാല, അതിന് കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇട്ട്, മസാല ഇട്ട് വെച്ചാൽ അതിനടിയിൽ അത്യാവശ്യം കുറച്ച് മസാല ഇട്ടാം. പിന്നെ ചിക്കന് കയറി വെച്ച് ചിക്കൻ്റെ മുകളിൽ ബാക്കി ഫുൾ മസാലയും ഞാൻ ചിക്കൻ്റെ മുകളിലിട്ടത് ഫുള്ള്. അതിന് പാത്രം ഫുൾ കാലിയായി, മസാല ഫുള്ള് കുക്കറിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ ക്യാമറ അടുത്തേക്ക് പിടിക്കുന്നതിന് മസാല കളർ വേറെ ലെവലാണ്. ഇതൊരു ചെറിയ റെഡാണ്, ഒരുപാട് വലിയ റെഡൊന്നുമല്ല. പിന്നെ ആ ഒരു വാഴയിലൂടെ എടുത്ത് ആ ചിക്കൻ്റെ മോൾ ഭാഗത്ത് ഞാൻ വെച്ചു. ഇപ്പോൾ കുക്കറിൻ്റെ അടിഭാഗത്ത് വാഴയിലുണ്ട്, മോൾ ഭാഗത്തും ഉണ്ട് വാഴയില കേട്ടോ. പിന്നെ കുക്കർ അടച്ചു വെച്ചു. 3 വിസിലാണ് ഞാൻ മാക്സിമം റെഡിയാക്കിയത്. അത് സ്ലോ ഫ്ലെയിമിലായിരുന്നു ചെയ്തത്. അപ്പം ചിക്കന് സെറ്റായപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഒരു 90% വെന്തിട്ടുണ്ട്. 100% വെന്തിട്ടുണ്ട് സംഭവം. 100% ആയിട്ടില്ല, കാരണം 100% ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് ഞാനൊരു വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട. 2 സൈഡും ജസ്റ്റ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു മുരിഞ്ഞ രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമുക്കൊരു മന്തി ചിക്കൻ്റെ ടേസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ഷവായുടെ ഒരു നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ എണ്ണയിൽ ഞാൻ 2 സൈഡും പിന്നെ സൈഡും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു പ്ലക്കർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ മസാല ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മസാല കുറച്ച് ലൂസായി കിടക്കും നമ്മൾ കുക്കറിലിട്ടുകൊണ്ട്. അന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ആ ഒരു പാനിൽ തന്നെ എണ്ണ ഒഴിക്കാതെ ആ മസാല മാത്രം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഒരു പ്ലേറ്റ് എടുക്കുക. ആദ്യം നമുക്ക് പ്ലേറ്റിലായിട്ട് അടിഭാഗത്ത് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പാനിൽ ഒന്ന് മസാല കണ്ടപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ മസാല, പിന്നെ അതിൻ്റെ മുകളിൽ
ചിക്കൻ ഇടുക. ബാക്കി ഫുൾ മസാല, അതിൽ ബാക്കി എത്ര മസാല വരുന്നോ ആ ഫുൾ മസാല നമ്മൾ ചിക്കൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിടുക. അപ്പോൾ തന്നെ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സൂപ്പർ സാധനമാണ്. ചെറിയ സ്പൈസിയാണ്, ചെറിയ സ്വീറ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞു മക്കൾക്ക് വരെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി മസാല ഷവായിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മസാല അടിച്ച സിമ്പിൾ മസാലയേ ഉള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാവുന്ന പൊടി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ഒന്നും അതിൽ നമ്മൾ കടയിൽ നിന്ന് പോയി മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധനം അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. കുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്, മയോണീസും കുബൂസും പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സോസും ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും, മക്കൾക്കും വൈഫിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു കടയുടെ ടേസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കടയിൽ നിന്ന് ഷവായൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അതിന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചൊരു മസാല ഷവായി എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ചിന്തിച്ചത്. ഇപ്പോൾ കടയിലാകുമ്പോൾ നമ്മൾ മെഷീനിൽ കറക്കിയിട്ടൊക്കെയാണ്. അത് കുക്കറിൽ ഒരു മസാല ഷവായി ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയാണ്. അടിപൊളിയായിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാരണം ചെറിയ സ്പൈസി ഉണ്ട്. നമ്മളെ ചെറിയ മോനൊക്കെ നല്ല രീതിയിൽ കഴിയും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു മസാല ഷവായി വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുക. സ്കിൻ ചിക്കനാണ് വേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.